ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുള്ളത്. മേരി റോയി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ഒരാളാണ്. അവിടെ ഇത്രയധികം സഭകളെ, ഒരു സഭയൊന്നുമല്ല, ഒന്നും രണ്ടും സഭയല്ല, അത്രയും സഭകളെ എതിർത്ത് നിന്നുകൊണ്ട് ഒറ്റ പെണ്ണായി നിന്ന് പോരാടി ആ സ്വത്തവകാശം നേടിക്കൊണ്ടുവന്ന സ്ത്രീയാണ്. അപ്പൊ ആ വിഭാഗത്തിലെ പെണ്ണുങ്ങളെല്ലാം മന്ദബുദ്ധി എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരെണ്ണം ഇങ്ങനെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അതാണ് തോന്നിയത്. അതും വന്നു കയറിയ ഇടത്താണ് അവക്ക് നല്ല കുട്ടി, നല്ല പിള്ള ചമയൽ. ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചളിപ്പ് ആളിന്റെ മുഖത്ത് കണ്ടില്ലേ, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അഭിനയിക്കുകയാണ് ആനി ജീവിതത്തിൽ പോലും. നല്ല പക്ക അഭിനയമാണ്. ഞാൻ ഭയങ്കര കുലസ്ത്രീയാ. ആ കുലസ്ത്രീ പരിവേഷം അങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. തന്റെ അടിവേരും അസ്ഥിവാരവും മൂട് കുത്തി ഇടിച്ചിട്ടും മനസ്സിലാകാതെ വീണ്ടും അതിനകത്ത് കിടന്ന് താളം ചവിട്ടിയാണ്. ആനിക്ക് അറിയാൻ വേണ്ടി, ആനി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ആനിയെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് ആനി എന്ന് തന്നെയാണ്. ചിത്രയെന്നോ ഷാജി കൈലാസിന്റെ ഭാര്യയെന്നോ അല്ല, ആനി എന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. ആനി അഭിനയിച്ച കുറച്ച് സിനിമകളെ ഉള്ളോളെങ്കിലും അതിനകത്ത് ആനിയുടെ കയ്യൊപ്പ് അവിടെയുണ്ട്. ആനി അഭിനയിച്ച ഓരോ ക്യാരക്ടറെ എടുത്താൽ ബോൾഡായിരുന്നു. ഓരോ പെണ്ണും ആഗ്രഹിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് ആ മഴയത്ത് മുൻപേ എന്നുള്ളൊരു ഇതില്ലേ, അതിനകത്ത് പെർഫെക്റ്റ് ക്യാരക്ടർ ആയിരുന്നു. നല്ല സ്ട്രോങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ കാര്യമല്ല, ഫസ്റ്റ് ഹാഫിന്റെ കാര്യമോ പറയുന്നത്. അങ്ങനത്തെ പെൺകുട്ടികൾ, ബോൾഡായ പെൺകുട്ടികളെയാണ് ആനി ഒരുപാടിടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട, കാണാൻ ചന്തമുള്ള, നന്നായി അഭിനയിക്കുന്ന ആനിയായിരുന്നു. ഇപ്പോഴും എനിക്ക് ആനിയെ അങ്ങനെ തന്നെയാണ് അറിയാം. ഷാജി കൈലാസിന്റെയോ ആ 3 കുട്ടികളുടെ അമ്മയോ എന്ന ഒരു ഇതിനകത്തല്ല. പക്ഷെ ആനി തന്നെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഞാൻ അവരുടെ നിഴലെന്നാണ്. തിരിച്ചായതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം പോലും കിട്ടിയത്. ഷാജി കൈലാസിന്റെ ഭാര്യയ്ക്കല്ല ആ ഒരു അവസരം കിട്ടിയത്. ആനീസ് കിച്ചനാണ്, ചിത്രാസ് കിച്ചൺ എന്നല്ല. അത് നീ ആനിക്കാണ് മനസ്സിലാക്കാത്തത്. ബാക്കി എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ട്. സത്യത്തിൽ ഇന്റർവ്യൂ എടുക്കേണ്ടത് ആനിയുടേതാണ്, ബാക്കിയുള്ളവരുടേതല്ല. ഈ പൊട്ടത്തരം പറയുന്നതിന് ഒരു അല്പം ഒരു മുട്ടുപുള്ളി കൊടുത്തൂടെ? എന്റെ പൊന്നാനി, മതിയാക്കിക്കൂടെ? എത്രയായി? എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മനസ്സിലാവില്ല. ഞാനിപ്പോഴും പറയുന്നു, നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യത്തെ ഭരണഘടനയുടെ പ്രിയാമ്പിളെങ്കിലും ഒന്ന് വായിച്ചിരിക്കണം. അപ്പോൾ ഇട്ടാട്ടിക്കൊണ്ട് കിടക്കുന്ന ആ ലിംഗം മാത്രമല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ലിംഗത്തിനെയും ലിംഗം എന്ന് തന്നെയാ പറയാ. ലിംഗാടിസ്ഥാനത്തിൽ വേർതിരിവ് പാടില്ല എന്ന് ഭരണഘടന പറയുന്നുണ്ട്. ആ ഭരണഘടന മനസ്സിലാക്കാതെ ഈ രാജ്യത്തെ ഒരു പൗരയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് തന്നെ വലിയ പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ആനിയുടെ ഇഷ്ടം പറയാനുള്ളത് നമ്മൾ പറഞ്ഞു വെക്കും. ഇതിന്റെ പേര് എന്നെ പൊങ്കാലയിടാൻ വരണ്ട. ആനിയൊക്കെ സുഖമായിട്ടല്ലേ ജീവിക്കണേ, നിങ്ങൾക്ക് കുശുമല്ലേ, അസൂയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ, എനിക്ക് ആനിയോട് ഭയങ്കര അസൂയാണ്. എന്തൊരു ഭംഗിയതിനെ കാണാൻ. പിന്നെ അവളുടെ കമ്മൽ കളക്ഷൻ ഒന്നും പറയല്ലേ, ചാൻസ് ഇല്ല. ഇത് രണ്ടിലും എനിക്ക് അവളോട് അസൂയുണ്ട്. ബാക്കിയൊക്കെ ഉണ്ടോ. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. അനുചേച്ചി കാണുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.